മലയാള സിനിമയുടെ തന്നെ വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ കിട്ടിയിരിക്കുന്നത്. വെറുപ്പൊക്കെ മാറിയോ ആളുകളുടെ? ആദ്യം ഈ പറഞ്ഞിട്ട് വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. കമൻസൊക്കെ വെറുപ്പുകൾ തന്നെയായിരുന്നു. വെറുക്കപ്പെട്ട അച്ഛൻ, മിച്ചറിന് അച്ഛൻ, മക്കളെ കഷ്ടപ്പെടുത്തുന്ന അച്ഛൻ എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റാണ് വന്നിരുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും. പക്ഷെ ഈ അടുത്ത കാലത്ത് അതൊരു മാറ്റം വന്നേക്കണം. മാറ്റം വന്ന കമന്റ്സിലല്ല, ചില പോസ്റ്റുകൾ. കാരണം ഈ കാലഘട്ടത്തിൽ അത്ര ദീർഘവീക്ഷണമുള്ള ഒരു അച്ഛന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ള അവരങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കമൻസും കുറച്ച് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ട് രണ്ട് വശം എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും രണ്ടായാലും പിന്നെ വിമർശനമായാലും ഈ പറയുന്ന നല്ല പോസ്റ്റായാലും ഒക്കെ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് വരുമ്പോൾ കലാകാരൻ നിലയിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ഒത്തിരി യാത്രകൾ അല്ലേ, ഒത്തിരി യാത്രകൾ ചെയ്താണ് സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ സിനിമ കഴിഞ്ഞപ്പോൾ വേറെ സിനിമകളൊക്കെ ചെയ്തു വെച്ചു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അവസ്ഥ എന്താണ്? ഒരു അംഗീകാരമുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമയുടെ തന്നെ വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ കിട്ടിയിരിക്കുന്നത്. എല്ലാം പുതിയ ആളുകൾ, പുതിയ സംവിധായകൻ്റെ ആദ്യ സിനിമ. റൈറ്റർ വിപിൻ ദാസ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ സാബിത് എന്ന് പറയുന്നൊരു പുതിയ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറേ പുതിയ കലാകാരന്മാർ. ഇപ്പോൾ ഞാൻ കുറേ ചെയ്തെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കഥാപാത്രം ഇത്രയും വലിയ ഡെപ്ത് ഒരു കഥാപാത്രം കിട്ടിയെന്ന് പറയുന്നത് അതും ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ ബിജുക്കുട്ടനടക്കം. അപ്പോൾ ഇത്തരത്തിൽ കുറേ പുതിയ ആളുകൾ വെച്ചൊരു പരീക്ഷണം നടത്തിയതിൻ്റെ വലിയ ഒരു സിനിമയുടെ ഭാഗമാണ് കഴിഞ്ഞു. സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു അംഗീകാരം നമുക്ക് ലഭിക്കുന്നുണ്ട്.